ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 20 മുതലാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി നിർത്തിയത്. ഏതായിരുന്നു? സ്കെയിലിനെ പറ്റിയായിരുന്നു. നാച്ചുറൽ കലാമിറ്റീസിന്റെ എർത്ത് നിന്ന് ഉള്ളൊരു ചോദ്യമാണ്. സ്കെയിൽ വിച്ച് നോട്ട് ഓൺലി മെഷേഴ്സ് ദ ഇന്റൻസിറ്റി ഓഫ് എർത്ത് ക്വാക്ക് ബട്ട് ഓൾസോ ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ പീപ്പിൾ. ഇന്റൻസിറ്റി ഓഫ് എർത്ത് ക്വാക്ക് മാത്രമല്ല, അതിന്റെ ഇമ്പാക്ട്, പീപ്പിൾ ഉണ്ടായതിന്റെ ഇമ്പാക്റ്റും കൂടെ നോക്കുന്ന സ്കെയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? റിച്ചർ സ്കെയിൽ, മോഡിഫൈഡ് മെർക്കാലി സ്കെയിൽ, സീസ്മോഗ്രാം, ഇന്റൻസിറ്റി സ്കെയിൽ. നമ്മൾ പറഞ്ഞു റിച്ചർ സ്കെയിൽ പോയി കുത്തരുത്, എർത്ത് ക്വാക്കിന്റെ ഡാമേജ് മെഷർ ചെയ്യുന്നതാണ്. അതുപോലെ മോഡിഫൈഡ് മെർക്കാലി സ്കെയിലാണ് ഉത്തരം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാണ്? റിച്ചർ സ്കെയിൽ ഡസ് നോട്ട് മെഷർ ദ ഇമ്പാക്ട് ഓൺ പീപ്പിൾ ബിക്കോസ് ഇറ്റ് മെഷേഴ്സ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എർത്ത് ക്വാക്ക്. എർത്ത് ക്വാക്ക് എത്ര മാഗ്നിറ്റ്യൂഡിലാണ് ഉണ്ടായത്, അല്ലെങ്കിൽ എന്താ പറയാ, സീസ്മിക് വേവിന്റെ ആ ഒരു ആംപ്ലിഫിക്കേഷൻ ലിമിറ്റ്, ദ എനർജി റിലീസ്ഡ് അറ്റ് ദ സോഴ്സ്, നോട്ട് ഇറ്റ്സ് ഇന്റൻസിറ്റി. റിച്ചർ സ്കെയിൽ മെഷർ ചെയ്യുന്നത് ഇന്റൻസിറ്റി അല്ലെങ്കിൽ എഫക്റ്റ്, ഇന്റൻസിറ്റി അല്ല, പകരം മാഗ്നിറ്റ്യൂഡ് ഓഫ് ആൻ എർത്ത് ക്വാക്ക് ആണ് റിച്ചർ സ്കെയിൽ മെഷർ ചെയ്യുന്നതെന്ന് ഇവിടെ പറയുന്നുണ്ട്. വായിച്ചു നോക്കണം. നോട്ട് ഇറ്റ്സ് ഇന്റൻസിറ്റി ഓർ എഫക്ട്സ് അറ്റ് എ സ്പെസിഫിക് ലൊക്കേഷൻ. എഫക്ട്സ് അറ്റ് എ സ്പെസിഫിക് ലൊക്കേഷനും ഇന്റൻസിറ്റിയും മെഷർ ചെയ്യുന്ന സ്കെയിൽ ഏതാണ്? ഇന്റൻസിറ്റി സ്കെയിൽ എന്ന് പറയും. പക്ഷെ ഇന്റൻസിറ്റി സ്കെയിൽ ഓപ്ഷനിലുണ്ട്. പക്ഷെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ മോഡിഫൈഡ് മെർക്കാലി സ്കെയിൽ ആണ്. ആൻഡ് എർത്ത് ക്വാക്സ് ഇമ്പാക്ട് ഡിപ്പെൻഡ്സ് ഓൺ ഫാക്ടേഴ്സ് ലൈക്ക് പോപ്പുലേഷൻ ഡെൻസിറ്റി, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ് ഫ്രം ദ എപ്പി സെന്റർ. ഇതൊക്കെയാണല്ലോ എർത്ത് ക്വാക്ക് ഉണ്ടാകുമ്പം ഡാമേജ് ഉണ്ടാവാനായിട്ട് കൂടുതൽ കാരണങ്ങൾ. ഒരുപാട് ആൾക്കാർ വസിക്കുന്നുണ്ടെങ്കിൽ, ഒരുപാട് ഹൈറൈസ്ഡ് ബിൽഡിങ്സ് ഉണ്ടെങ്കിൽ എർത്ത് ക്വാക്ക് ഉണ്ടാകുമ്പോൾ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിനെ മെഷർ ചെയ്യാനുള്ള സ്കെയിൽ ഏതാണ്? ഇന്റൻസിറ്റി അല്ലെങ്കിൽ എഫക്റ്റ് ഓൺ പീപ്പിൾ അല്ലെങ്കിൽ എഫക്റ്റ് ഓൺ എൻവിയോൺമെന്റ്. എഫക്റ്റ് മെഷർ ചെയ്യാനായിട്ട് മോഡിഫൈഡ് മെർക്കാലി സ്കെയിലാണ് ഉപയോഗിക്കുന്നത്. റിച്ചർ സ്കെയിൽ ഡസ് നോട്ട് അക്കൗണ്ട് ഫോർ that. Scales like the modified Mercalli intensity scale are used to describe the visible damage and how people perceive the shaking എന്നൊക്കെയുള്ള കാര്യങ്ങൾ മെർക്കാലി സ്കെയിലാണ് ഡീൽ ചെയ്യുന്നതെന്നുള്ളത് ഓർക്കുക. മോഡിഫൈഡ് മെർക്കാലി ഇന്റൻസിറ്റി സ്കെയിൽ മെഷേഴ്സ് ആൻഡ് എർത്ത് ക്വാക്സ് ഇന്റൻസിറ്റി ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഒബ്സർവബിൾ എഫക്ട്സ് ഓൺ പീപ്പിൾ, അല്ലെ, ദ എൻവയോൺമെന്റ് ആൻഡ് സ്ട്രക്ചേഴ്സ് അറ്റ് എ സ്പെസിഫിക് ലൊക്കേഷൻ. ഇറ്റ് റേറ്റ്സ് ദ ഷേക്കിംഗ്. ഇനി അടുത്ത ചോദ്യം ചിലപ്പോൾ ഇതായിരിക്കാം. എങ്ങനെയാണ്? ഇറ്റ് റേറ്റ്സ് ദ ഷേക്കിംഗ് ഫ്രം 1 to 12. അതായത് 1 to 12 സ്കെയിലുണ്ട് മോഡിഫൈഡ് മെർക്കാലി സ്കെയിലിന്. 1 to 12 12 പാർട്സ് ഉള്ള സ്കെയിലുകളുണ്ട്. ആദ്യത്തേതിൽ നോ എഫക്റ്റ് ആയിരിക്കും. എർത്ത് ക്വാക്ക് ഉണ്ടായി, പക്ഷെ എഫക്റ്റ് ഒന്നും ഉണ്ടായില്ല, ഷേക്കിംഗ് ഒന്നും ഉണ്ടായില്ല, നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല. അതിനെ ഫസ്റ്റ് എന്നുള്ള നമ്പർ ഇട്ട് ഡിനോട്ട് ചെയ്യും മോഡിഫൈഡ് മെർക്കാലി സ്കെയിൽ, റോമൻ ലെറ്റർ 1. ഇനി ഹ്യൂജ് എഫക്റ്റ്, കാറ്റാസ്ട്രോഫിക് ഡിസ്ട്രക്ഷൻ ഉണ്ടായി, അതിനെ ഏത് നമ്പർ വെച്ച് ഡിനോട്ട് ചെയ്യും? 12 എന്നുള്ള നമ്പർ വെച്ചാണ് മോഡിഫൈഡ് മെർക്കാലി സ്കെയിലിൽ എന്ത് ചെയ്യുക? ഡിനോട്ട് ചെയ്യുക. കാറ്റാസ്ട്രോഫിക് ഡിസ്ട്രക്ഷൻ വിത്ത് ഹയർ നമ്പേഴ്സ് കറസ്പോണ്ടിങ് ടു ഇൻക്രീസ് ഡാമേജ്. അപ്പം 1 മുതൽ 12 വരെ ഡിവിഷനാണ് മോഡിഫൈഡ് മെർക്കാലി സ്കെയിൽ ഉണ്ടാകുന്നതെന്നൊക്കെ ഓർത്തു വച്ചേക്കുക. റിച്ചർ സ്കെയിൽ മെഷേഴ്സ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആൻ എർത്ത് ക്വാക്ക്. നമ്മൾ പിന്നെയും പറയുന്നത് കൺഫ്യൂസിങ്ങും ഇമ്പോർട്ടൻറ്റും ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ടാണ്. വിച്ച് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി ഇറ്റ് റിലീസസ്. ക്വാണ്ടിഫൈസ് ദിസ് ബൈ മെഷറിംഗ് ദ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് സീസ്മിക് വേവ്സ്. അങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, അല്ലേ? റിച്ചർ സ്കെയിൽ മെഷർ ചെയ്യുന്നത് അതാ. It quantifies this by measuring the maximum amplitude of seismic waves on a seismograph and is expressed on a logarithmic scale from 1 to 10. ഈ ലോഗരിതമിക് സ്കെയിലിൽ മെഷർ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ, എ മാഗ്നിറ്റ്യൂഡ് 6 എർത്ത് ക്വാക്ക് ഹാസ് എ വേവ് ആംപ്ലിറ്റ്യൂഡ് 10 times greater than എ മാഗ്നിറ്റ്യൂഡ് ഓഫ് 5 എർത്ത് ക്വാക്ക്. 5 രേഖപ്പെടുത്തിയ റിച്ചർ സ്കെയിലിൽ 5 രേഖപ്പെടുത്തിയ ആ എർത്ത് ക്വാക്ക് 10 times ആയിരിക്കും 6 രേഖപ്പെടുത്തിയ റിച്ചർ സ്കെയിലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. അത്രയും വ്യത്യാസമുണ്ട് 5ഉം 6ഉം തമ്മിൽ റിച്ചർ സ്കെയിലിലെ. അതാണ് ലോഗരിതമിക് സ്കെയിലിന്റെ പ്രത്യേകത. അടുത്ത ചോദ്യം നോക്കാം. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. ഞാൻ പിന്നെയും എടുത്തു പറയുന്നു. നാച്ചുറൽ കലാമിറ്റി, എസ്പെഷ്യലി ഇന്ത്യയിൽ ഉണ്ടാവുന്ന നാച്ചുറൽ കലാമിറ്റീസ്, ഫ്ലഡ് ഉണ്ടാവുന്നതാണ്, ഡ്രോട്ട്
വളരെ ചുരുക്കമായിട്ട് ഉണ്ടാവുള്ളൂ. ഫ്ലഡ് ഉണ്ടാവും, എർത്ത് ക്വാക്ക് ഉണ്ടാവും, പിന്നെ സൈക്ലോൺസ് ഉണ്ടാവും. ഇതൊക്കെ ഇന്ത്യയിൽ ഉണ്ടാവുന്ന നാച്ചുറൽ കലാമിറ്റി, അതായത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നതായതുകൊണ്ടും ഇതാണ് ഇമ്പോർട്ടൻ്റ് നാച്ചുറൽ കലാമിറ്റീസ്. അതിൻ്റെ ഡിഫറെൻ്റ് ഏരിയകൾ, അതിൻ്റെ ഡിഫറെൻറ്റ് ഫേസറ്റ്സും പഠിച്ചിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യങ്ങൾ വരാം. നമ്മളിപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങൾ പീപ്പിൾ ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് ചെയ്ത് ചോദിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. യൂണിറ്റ് 9 നിന്ന് ചിലപ്പോൾ ഡിസീസിനെ പറ്റിയായിരിക്കും ചോദിക്കുക. ടൈഫോയിഡ്, ട്യൂബർക്കുലോസിസ്, മലേറിയ, കോളറ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ഏരിയകളാണ് NTA-യുടെ. അപ്പോൾ അതിനൊക്കെ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. അടുത്ത ലിസ്റ്റ് 1, ലിസ്റ്റ് 2 എന്താണ്? വയർലെസ് മൗസ്, ഒപ്റ്റിക്കൽ മൗസ്, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ, റീഡിംഗ് ഓഫ് കാർ നമ്പർ പ്ലേറ്റ്, ഔട്ട്പുട്ട് ഡിവൈസ്, ഇൻഫ്രാറെഡ് ലൈറ്റ്, റേഡിയോ വേവ്സ്. അതാണ് പ്രോപ്പർട്ടീസ്. അപ്പം നമുക്കിത് കാണുമ്പോൾ തന്നെ മാച്ച് ചെയ്യാൻ തോന്നുന്ന 1-2 കാണുമല്ലോ. ഏതാ? പെട്ടെന്നൊന്ന് മാച്ച് ചെയ്തേ. ഓപ്ഷൻ കാണാതെ ഒന്ന് മാച്ച് ചെയ്തേ. വയർലെസ് മൗസ്, ഒപ്റ്റിക്കൽ മൗസ്, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ LCD, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ. LCD എന്തെങ്കിലുമായിട്ട് മാച്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഔട്ട്പുട്ട് ഡിവൈസുമായിട്ട് മാച്ച് ചെയ്യും. റീഡിംഗ് ഓഫ് കാർ നമ്പർ പ്ലേറ്റ്, ഇൻഫ്രാറെഡ് ലൈറ്റ്, റേഡിയോ വേവ്സിനേക്കാളൊക്കെ കുറച്ചുകൂടെ ആപ്റ്റ് LCD ഔട്ട്പുട്ട് ഡിവൈസുമായിട്ട് മാച്ച് ചെയ്യണം. അല്ലേ LCD മോണിറ്റർ, LCD TV, ഇതെല്ലാം ഔട്ട്പുട്ട് ഡിവൈസ് അല്ലേ? നമുക്ക് ഔട്ട്പുട്ട് തരുന്ന ഡിവൈസസ് അല്ലേ? ആണ്. പിന്നെ എന്ത് മാച്ച് ചെയ്യും? OCR അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ. നമ്മൾ AI ക്യാമറയിലൊക്കെ പെട്ടിട്ടുണ്ടോ? വണ്ടി ഓടിച്ചപ്പോഴത്തേക്കൊക്കെ അൺലോഫുൾ ആയിട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ഇടാതെ, ഹെൽമെറ്റ് വയ്ക്കാതെ 3 പേരും കൂടെ ബൈക്ക് ഓടിച്ചു കഴിഞ്ഞാൽ, അപ്പം ഇങ്ങനെയുള്ള സമയങ്ങൾക്ക് AI ക്യാമറ ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്തെ വെഹിക്കിൾ നമ്പർ നോട്ട് ചെയ്ത് അത് പരിവാഹൻ്റെ വെബ്സൈറ്റിൽ പോയി വെഹിക്കിൾ രജിസ്ട്രേഷൻ അഡ്രസ്സ് നോക്കി നമ്മുടെ അഡ്രസ്സ് ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് ഈ ചെല്ലാൻ ഇഷ്യൂ ചെയ്യും അല്ലേ? ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ആ ഒരു മെയിൻ ആള് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ ആണെന്ന് മനസ്സിലാക്കുക. ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ, റീഡിംഗ് ഓഫ് കാർ നമ്പർ പ്ലേറ്റ്. അപ്പം ഓപ്ഷൻ ഇതാണ്, ഒന്ന് നോക്കിക്കേ. നമ്മൾ പറഞ്ഞു ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡറുമായിട്ട് മാച്ച് ചെയ്യുന്ന റീഡിംഗ് ഓഫ് കാർ നമ്പർ പ്ലേറ്റ് ആണ്. അതുപോലെ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആയിട്ട് മാച്ച് ചെയ്യുന്നത് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. C2ഉം D1ഉം ആണെന്ന് അറിഞ്ഞാൽ നടക്കുമോ? C2 D1 2 ഉണ്ട് അല്ലേ? C2 D1, പക്ഷെ 2 എലിമിനേറ്റ് ചെയ്യാൻ പറ്റി. ഇനി അറിയേണ്ടത് A4 ആണോ A3 ആണോ B3 ആണോ B4 ആണോ എന്നാണ്. വയർലെസ് മൗസ് ഏത് വേവിൻ്റെ സഹായത്തിലാണ് വന്നിരിക്കുന്നത്? ഇൻഫ്രാറെഡ് ആണോ റേഡിയോ വേവ് ആണോ? ഒപ്റ്റിക്കൽ മൗസ് ഇൻഫ്രാറെഡ് ലൈറ്റ് ആണോ റേഡിയോ വേവ് ആണോ? ഒപ്റ്റിക്കൽ മൗസ് ആണ് ഇൻഫ്രാറെഡ് ലൈറ്റുമായിട്ട് പ്രോപ്പർട്ടി ഉള്ളത്. ഒപ്റ്റിക്കൽ മൗസിന് അത് മൗസിൽ സ്വിച്ച് അമർത്തുമ്പോഴത്തേക്കും അത് പോയിട്ട് ചെയ്യുന്നത് ഇൻഫ്രാറെഡ് ലൈറ്റിലാണ് ഒപ്റ്റിക്കൽ മൗസിൻ്റെ സ്വിച്ച് അമങ്ങുന്നത്. അതുപോലെ വയർലെസ് മൗസ് റേഡിയോ വേവ്സ് ഉപയോഗിച്ചാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് മെസ്സേജസ് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. അപ്പം എങ്ങനെ വരിക? A4 B3 C2 D1. A4 റേഡിയോ വേവ്സ്, വയർലെസ് മൗസ് റേഡിയോ വേവ്സ്. B3 ഒപ്റ്റിക്കൽ മൗസ് ഇൻഫ്രാറെഡ് ലൈറ്റാ. ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ 1 ആണ്, D1 ആണ്. A wireless mouse emits radio waves to communicate with a receiver connected to the computer. Radio frequency technology, often operating on the 2.4 GHz band, allows the mouse to transmit its movements and button clicks wirelessly. Unlike mechanical mouse switches, optical mouse switches use infrared light to register an input requiring no physical contact within the switch. This makes them up to 80% faster than the standard and are much more durable in the long run.
അടുത്തത് OCR ഈസ് യൂസ്ഡ് ഇൻ ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നിഷൻ സിസ്റ്റംസ്. OCR നമ്മൾ പറഞ്ഞു, OCR ഈസ് യൂസ്ഡ് ഇൻ ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നിഷൻ. AI ക്യാമറ ഡിറ്റക്ട് ചെയ്യുന്നതിലൊക്കെ പ്രധാന പങ്ക് വഹിക്കുന്നത് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ ആണ്. ടു റീഡ് വെഹിക്കിൾ ലൈസൻസ് പ്ലേറ്റ്സ് ബൈ കൺവേർട്ടിംഗ് ദ ഇമേജ് ഓഫ് ദ പ്ലേറ്റ് ഇൻറ്റു മെഷീൻ റീഡബിൾ ടെക്സ്റ്റ്. നമ്മൾ ഫോട്ടോ എടുക്കൂലേ AI ക്യാമറ, എന്നിട്ട് അത് എന്തിനെ മാത്രമായിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്? വെഹിക്കിളിന്റെ നമ്പറിനെ കൺവേർട്ട് ദ ഇമേജ് ഓഫ് ദ പ്ലേറ്റ് ഇൻറ്റു മെഷീൻ റീഡബിൾ ടെക്സ്റ്റ്, ആൽഫാ ന്യൂമറിക്കൽ ആക്കും. The process involves capturing an image, pre-processing it to enhance clarity, detecting and segmenting individual characters, finally using OCR software like to recognize the characters and form the number plates string എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ LCD എന്ന് പറയുന്നത് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ ആണ്, ഔട്ട്പുട്ട് ഡിവൈസ് ആണ് that uses liquid crystals to control the passage of light, creating images on a screen. അടുത്തൊരു മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. പൊതുവെ എല്ലാവരും പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ എനിക്ക് പാടാണെന്നൊക്കെ ചിലർ പറയാറുണ്ട്. അതുപോലത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എ സം ഓഫ് മണി ലെൻഡ് അറ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ 2 years at 20% per annum would fetch 482 more if the interest was payable half yearly than if it was payable annually. Find the sum of money lent. എങ്ങനെ കണ്ടുപിടിക്കുക? എന്താ ചോദിച്ചിരിക്കുന്നത്? എന്തിൻ്റെ പ്രോബ്ലം ആണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് ആണോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണോ? പലിശയാണോ കൂട്ടുപലിശയാണോ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ചോദ്യമാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പോൾ നമ്മൾ എങ്ങനെ അത് ചെയ്യും? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയോ എന്താണെന്ന്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ, compound interest is equal to P into 1 plus R by 100 the whole raised to T time ആണ് മൈനസ് P. എന്നാലേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ. മൈനസ് P വരണം എന്നാലേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ. മൈനസ് P വരാൻ കാരണം പ്രിൻസിപ്പിൾ ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താലേ ഇൻട്രസ്റ്റ് മാത്രം കിട്ടുള്ളൂ. P ഇവിടെ ഒരു 1 ഉള്ള കാരണമാണ്. P ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ആ Pനെ കുറച്ചാലേ ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. അപ്പം ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് സം ഓഫ് മണി ലെൻഡ് അറ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ 2 years at 20% per annum. 2 വർഷത്തേക്ക് 20% റേറ്റിൽ, നിരക്കിൽ എത്രയോ ഒരു എമൗണ്ട് നിക്ഷേപിച്ചു. അപ്പോഴത്തേക്കും നിക്ഷേപിച്ചു. പിന്നീട് വുഡ് ഫെച്ച് 482 മോർ ഇഫ് ദ ഇൻട്രസ്റ്റ്, അതേ എമൗണ്ട് അതേ നിരക്കിൽ 2 വർഷത്തേക്ക് ഹാഫ് ഇയർലി ആയിട്ടാണ് നിക്ഷേപിച്ചിരുന്നതെങ്കിൽ, ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ് ആയിരുന്നുവെങ്കിൽ, 1 വർഷം 2 പ്രാവശ്യം പലിശ കിട്ടിയിരുന്നുവെങ്കിൽ, ഹാഫ് ഇയർലി ദാൻ ഇഫ് ഇറ്റ് വാസ് പേയബിൾ ആനുവലി. ഫൈൻഡ് ദ സം ഓഫ് മണി ലെൻഡ് എന്നാണ് ചോദ്യം. Lent at compound interest for 2 years at 20% per annum would fetch 482 more if the interest was payable half yearly. ഹാഫ് ഇയർലി പേ ചെയ്തിരുന്നെങ്കിൽ 482 കൂടുതൽ കിട്ടിയേനെ. അപ്പോൾ എന്താ പറഞ്ഞു വരുന്നത്? ഹാഫ് ഇയർലിയുടെ ഇക്വേഷൻ എങ്ങനെയാ? ഹാഫ് ഇയർലിയുടെ ഇക്വേഷൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ P ഇൻറ്റു 1 പ്ലസ് ഹാഫ് ഇയർലി ആവുമ്പം R/2 2t ആവും. 2t മൈനസ് P. ഇനി പ്രിൻസിപ്പിൾ മാറ്റാൻ താല്പര്യമില്ല, പ്രിൻസിപ്പിൾ എഴുതുകയും വേണ്ട, രണ്ടിടത്തും എഴുതാതിരുന്നാൽ മതി. അപ്പോൾ പ്രിൻസിപ്പിൾ ഉൾപ്പെടെ ഉള്ളൊരു ഇൻട്രസ്റ്റ് കിട്ടും. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞ രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ് ആവുമ്പോഴത്തേക്കും കൂടുതൽ കിട്ടും, 452 രൂപ കൂടുതൽ കിട്ടും സാധാരണ ആനുവലി കോമ്പൗണ്ടിങ്ങിനേക്കാൾ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളിതിനകത്ത് ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റെപ്പ് എഴുതി ചെയ്യാനായിട്ട് കുറച്ചധികം സമയം എടുത്ത് കഴിഞ്ഞാൽ സ്റ്റെപ്പ് എഴുതി ചെയ്യാം, എക്സ് ഒക്കെ ഇട്ട് നമുക്ക് സ്റ്റെപ്പൊക്കെ എഴുതി ചെയ്യാം. പക്ഷെ അല്ലാതെ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് കുറേ വട്ടം ട്രൈ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ടെക്നിക്കാണ്. നിങ്ങൾക്ക് ഇത് 100% ഷുവർ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ
പറയാൻ പറ്റില്ല. എങ്കിലും ഭൂരിഭാഗം ഒരു 90% ചോദ്യങ്ങൾക്കും ഈ ടെക്നിക്ക് യൂസ്ഫുൾ ആണ്. അങ്ങനത്തെ ഒരു ടെക്നിക്കാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓപ്ഷനിൽ ശ്രദ്ധിക്കുക. ഓപ്ഷനിൽ റൗണ്ട് ഫിഗർ ആയിട്ട് കിടക്കുന്ന ഓപ്ഷൻ ഏതാണ്? നല്ല റൗണ്ട് ഫിഗർ ആയിട്ട് വളരെ ഈസി ആയിട്ട് അതിട്ട് പെരുമാറാൻ പറ്റിയ രീതിയിലുള്ള സംഖ്യകൾ ഏതാണ്? 15,000, 13,000, 18,000, 20,000. 20,000 അല്ലേ? നമ്മളിപ്പം അസ്യൂം ചെയ്യുകയാണേലും നമുക്കറിയാം ലെറ്റ് 100 ബി എക്സ് എന്നും പറഞ്ഞ് നമ്മൾ അസ്യൂം ചെയ്യാറുണ്ട് ചില പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ. ലെറ്റ് എക്സ് ബി 100. എന്തിനാ അത് 100 എടുക്കുന്നത്? എന്തിനാ? ലെറ്റ് 100 ബി ദാറ്റ് നമ്പർ എന്ന് പറഞ്ഞ് എടുക്കുന്നത് എന്തിനാ? കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിനാ. ലെറ്റ് 100 ബി ദാറ്റ് നമ്പർ എന്നൊക്കെ പറഞ്ഞെടുക്കുന്നതിന്. അതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് നമ്മൾ 20,000 എടുക്കുകയാണ്. ഭൂരിഭാഗം സമയങ്ങളും ഭൂരിഭാഗം ചോദ്യങ്ങളിലും ഇതുപോലത്തെ റൗണ്ട് ഫിഗർ ആയിരിക്കണം ഉത്തരമായിട്ട് വരേണ്ടത്. അത് 100% ഷുവർ അല്ല. ഞാൻ പിന്നെയും പറയുന്നു 100% ഷുവറിറ്റി ഇല്ല. പക്ഷേ കൂടുതലും ഇങ്ങനെയുള്ള ചാൻസുകളുണ്ട്. 20,000 കഴിഞ്ഞാൽ പിന്നെ എടുക്കേണ്ട സംഖ്യ 15,000 ആണ്. ഇതൊന്നും 100% ഷുവർ അല്ല. ബട്ട് ദർ ഇസ് എ പോസിബിലിറ്റി ഇൻ ദാറ്റ്. ഇപ്പൊ നമ്മൾ 20,000 എടുക്കുകയാണെങ്കിൽ, അതായത് 20,000 ആണ് പ്രിൻസിപ്പൽ സം എങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന സം ഓഫ് മണി ലെൻഡ പ്രിൻസിപ്പൽ എമൗണ്ടാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ആ ഓപ്ഷനിൽ നിന്ന് എടുത്ത് ചെയ്യുക. ഒന്ന് ശ്രമിച്ചു നോക്കാം. സ്റ്റെപ്പ് വഴി ചെയ്യേണ്ട കാര്യമില്ല. ഒരുപാട് സമയം എടുക്കുക, നിങ്ങൾക്ക് അറിയുകയും ചെയ്യായിരിക്കും. അല്ലെ എക്സ്പ്ലനേഷൻ നോക്കിയാലും മതി. സം ഓഫ് മണി ലെൻഡ് 20,000 ആണെങ്കിൽ ഇത് ആനുവലി കോമ്പൗണ്ടിങ് ആണെങ്കിൽ 2 വർഷം കൊണ്ട് 20% റേറ്റിൽ എത്ര രൂപ കിട്ടും എന്നെങ്ങനെ നോക്കും? നമുക്കറിയാം ആദ്യത്തെ വർഷം 2 വർഷം കൊണ്ട് ആദ്യത്തെ വർഷം 20% പലിശ കിട്ടിയെങ്കിൽ എത്ര രൂപയാവും? 20,000ന്റെ 20% എന്ന് പറയുന്നത് 4,000 ആണ്. 20,000ന്റെ 10% 2,000. 20%ന്റെ 20% 4,000. അപ്പം ആദ്യത്തെ വർഷം കഴിയുമ്പോൾ എത്ര രൂപ കിട്ടും? 24,000 രൂപ കിട്ടും അല്ലേ? 20,000 കുറച്ച ഇൻട്രസ്റ്റ് മാത്രമായിട്ട് 4,000. ഇനി അടുത്ത വർഷം, ഇത് ആദ്യത്തെ വർഷം ഫസ്റ്റ് ഇയറാ, മൊത്തം 2 വർഷത്തേക്കായിട്ടിരിക്കുന്നത് 20% റേറ്റിൽ. അടുത്ത വർഷം എത്രയാണ് കിട്ടുന്നത്? ഈ തുകയ്ക്കാണ് റേറ്റ് പിന്നെ കിട്ടുന്നത്. ഈ തുകയ്ക്കാണ് റേറ്റ് കിട്ടുക. ഇതിന്റെ 10% 2,400, 20% 4,800. അപ്പൊ ഇതിന്റെ കൂടെ 4,800 കൂട്ടുക. 4,800 2,800 അല്ലേ? 28,800 രൂപ 2 വർഷം കൊണ്ട് 20% റേറ്റിൽ 20,000 രൂപ നിക്ഷേപിച്ചപ്പം കിട്ടി. ഇനി ഇതേ 20,000 നമ്മൾ ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ് ആയിട്ട് നിക്ഷേപിക്കാൻ പോവാ, ഇതേ റേറ്റിൽ ഇതേ സമയത്ത്. അപ്പൊ നമുക്ക് ഉറപ്പായി 28,800 ആണ് ആനുവലി കോമ്പൗണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടിയ വില. ഇത് മറക്കരുത്, 28,800. ഇനി ഹാഫ് ഇയർലി കോമ്പൗണ്ട് ആകുമ്പോൾ നമ്മൾ ഇക്വേഷൻ പഠിച്ചു. അപ്പൊ അതിനകത്ത് ഇട്ട് കൊടുത്തേ 20,000 പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻറ്റു 1 + റേറ്റ് എത്രയാണ്? 20. ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ് ആവുമ്പം 20/2 2t ഹോൾ 2t ആണ്. 2t എന്ന് പറഞ്ഞാൽ ടൈമിനെയാണ് പറയുന്നത്. റേറ്റ് 100 കൂടെ ഉണ്ട്, സോറി, 20/2 ആവും. 6/2 ആവും റേറ്റ്. 20/2 അതാണ് ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ്ങിന്റെ വ്യത്യാസം. അതേസമയം 6/2 ആവുന്നതിനോട് കൂടി ഇവിടെ 2t ആവും. 2 × t. t എത്രയാ? ടൈമാണ്. 2t എന്ന് പറയുമ്പം 2 × 2 t 2 ആണ്. അപ്പൊ ഇങ്ങനെ വരും. അപ്പോഴോ 20,000 1 + 10/100 the whole raised to 4. 0 വെട്ടി 1/10 ആയി. 1 + 1/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LCM ഒക്കെ കണ്ടുവരുമ്പോൾ 11/10 ആ. ഞാൻ തുടക്കുകയാണ്. ഇപ്പൊ എങ്ങനെ വരും? ഇങ്ങനെ വരും ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ്. ഇനി 11/4 എങ്ങനെ എഴുതാൻ പറ്റും?
ഇതല്ലേ പറഞ്ഞിരിക്കുന്നത്. 11 into 11 121 ആ. 11 into 11 121. 121 into 121 എത്രയാ? ഇത് രണ്ടും കൂടെ 121 ആ. ഇത് രണ്ടും കൂടെ 121 ആ. അപ്പോൾ 121 into 121 ഇത്രയും കിട്ടി, 14,641. ഇനി താഴെ എത്രയുണ്ട്? 10,000 ഉണ്ടല്ലോ. 4 പൂജ്യം ഉണ്ടെങ്കിൽ ഒരു സംഖ്യയുടെ 4 പോയിന്റ് മാറ്റി കുത്തിടണമെന്നാ. 14,641 ഡിവൈഡ് ബൈ 10,000 ഉണ്ടല്ലോ. 10,000 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 4 പൂജ്യം ഉണ്ട് 10,000-ന്. ആ 4 പോയിന്റ് ഷിഫ്റ്റ് ചെയ്ത് കുത്തിട്ടാൽ മതി. 1 2 3 4. ഇതാണ് ഇതിന്റെ ഉത്തരം. അപ്പൊ എങ്ങനെയാ ഇനി എഴുതുക? 20,000 ഇൻറ്റു 1.4641. അപ്പം ഈ 4 പൂജ്യം ഈ പോയിന്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ പോയിന്റ് മാറി കിട്ടും അല്ലേ? പിന്നെ ഒന്നുകൂടെ എങ്ങനെ എഴുതും? ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ 4 പോയിന്റും 4 പൂജ്യത്തിന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പോയിന്റ് പോയിട്ട് 14641 ഇൻറ്റു 2 എങ്ങനെ ചെയ്യും? 14641 ഇൻറ്റു 2 29,282. നമ്മൾ അതാണ് ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ് ആകുമ്പോൾ കിട്ടുന്ന പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും. 29,282 ആണ് ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ് ആയിട്ട് 20,000 രൂപ 2 വർഷത്തേക്ക് 20% ഇൻട്രസ്റ്റിൽ നിക്ഷേപിക്കുമ്പോൾ കിട്ടുന്നത്. ആനുവലി കോമ്പൗണ്ടിങ് ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചു 28,800 ആയിരുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആനുവലി കോമ്പൗണ്ടിങ് ആയിട്ട് നിക്ഷേപിക്കുന്നതിനേക്കാൾ 482 രൂപ കൂടുതൽ കിട്ടും ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ് ആയിട്ട് നിക്ഷേപിക്കുമ്പോഴെന്നാ. ആണോ? 482 രൂപയാണോ ഇവിടെ കൂടുതൽ? എങ്ങനെ നോക്കും? ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ പോരെ. 2 ന്ന് 0 പോയ 2, 8 ന്ന് 0 പോയ 8, 12 ന്ന് 8 പോയ 4, 0 0. 482 രൂപയല്ലേ കൂടുതൽ കിട്ടുന്നത് അല്ലേ? ആനുവലി കോമ്പൗണ്ടിങ്ങിൽ പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും കൂടെ ഇത്രയും കിട്ടി. അതിൻ്റെ കൂടെ 482 കൂട്ടിയപ്പം നമുക്ക് നേരത്തെ കിട്ടിയ 29,282 രൂപ കിട്ടി. അപ്പം ഇത് കറക്റ്റാണ്. ഈ 20,000 രൂപ ശരിയാണ്. അതാണ് പ്രിൻസിപ്പൽ സം എന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഉത്തരം അറിയാവുന്നുള്ളത് കൊണ്ട് മാത്രമല്ല ഞാൻ ഓപ്ഷൻ ഇതെടുത്തത്. ഞാൻ ഇനിയിപ്പം എനിക്കൊന്നും അറിയില്ലെങ്കിലും ഞാൻ റൗണ്ട് ഫിഗറെ ഓപ്ഷനിൽ നിന്ന് എടുക്കുകയുള്ളൂ. ഇങ്ങനത്തെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഓപ്ഷൻ സ്റ്റെപ്പ് എഴുതി ചെയ്യാം. എങ്ങനെ ചെയ്യാം? ആനുവലി കോമ്പൗണ്ടിങ്ങിൻ്റെ അല്ലെങ്കിൽ ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ്ങിൻ്റെ ഇക്വേഷൻ എഴുതുക. P into 1 plus R by 2 by 100 by 2T
മൈനസ് പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ദ ഹോൾ റൈസ് ടു ടി ഈസ് ഈക്വൽ ടു 482. പീനെ എക്സ് ആയിട്ട് എടുത്തിട്ട് ചെയ്യാവുന്നതാണ്, അല്ലെ പീനെ പി പോലെ തന്നെ എടുത്ത് ചെയ്യാവുന്നതാണ്. റേറ്റ് ഉണ്ട്, ടൈം ഉണ്ട്. അപ്പോൾ പി എത്രയാന്ന് ലാസ്റ്റ് കിട്ടും. ഇങ്ങനെയും ചെയ്യാം, സ്റ്റെപ്പ് വൈസ് ചെയ്യാനായിട്ട്. പക്ഷേ ഏറ്റവും നല്ലത് ഓപ്ഷനിൽ നിന്ന് എടുത്ത് ചെയ്യുന്നതാണ്. ഇതല്ലേ ഈ പറഞ്ഞിരിക്കുന്നത്. ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ്ങിനേക്കാൾ ആനുവലി കോമ്പൗണ്ടിങ് 482 രൂപ കൂടുതൽ കിട്ടും. അപ്പം അതിങ്ങനെയാണ് ഇക്വേഷൻ രീതിയിൽ എഴുതുന്നതെന്നും ഓർത്തിരിക്കുക. 20,000 ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് ഫിസിക്കൽ അഡ്രസ് ഓഫ് എ കമ്പ്യൂട്ടർ? ഇങ്ങനെയാണ് ചോദ്യം. ഫിസിക്കൽ അഡ്രസ് ഓഫ് എ കമ്പ്യൂട്ടർ, IP അഡ്രസ് അല്ല, ഫിസിക്കൽ അഡ്രസ് ഓഫ് എ കമ്പ്യൂട്ടർ. ഇതിനകത്ത് ഏതാണ് ആപ്റ്റ്? നോക്കിക്കേ, ഉത്തരം നോക്കാം. ഹെക്സാഡെസിമൽ നമ്പറാണ്. എത്ര ബിറ്റാണ്? 48 ബിറ്റുള്ള ഹെക്സാഡെസിമൽ നമ്പറാണ് വരേണ്ടത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. എത്ര അക്കങ്ങൾ വരണം? 12 ഡിജിറ്റ്സ് ആണ് വരേണ്ടത്. 12 ഡിജിറ്റ്സ്. അങ്ങനെ നോക്കുമ്പം 12 ഡിജിറ്റ്സ് വരണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആവാനാണ് സാധ്യത. കമ്പ്യൂട്ടേഴ്സ് ഫിസിക്കൽ അഡ്രസ് ഓൾസോ നോൺ ആസ് MAC അഡ്രസ്. MAC അഡ്രസ്സിനാണ് ഫിസിക്കൽ അഡ്രസ് എന്ന് പറയാം. IP അഡ്രസ് വേറെയാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ വ്യത്യാസം അറിഞ്ഞിരിക്കണം, MAC അഡ്രസ്സിൻ്റെയും IP അഡ്രസ്സിൻ്റെയും. അപ്പോൾ MAC address is a unique hardware identifier embedded in a network interface card. It is a 48-bit hexadecimal number. Hexadecimal number എന്ന് പറഞ്ഞാൽ 1 to 9 അതുപോലെ A to F ആണുള്ളത്. Used for communication on a local network segment and is different from a home or IP address. Format എങ്ങനെ? It is typically a 12-digit hexadecimal number. MAC address എങ്ങനെയാണ്? 12-digit hexadecimal number often separated by colons and dashes. 12 digits ഉണ്ട്, hexadecimal ആയിട്ടാണ് കിടക്കുന്നത്, separated by colons or hashes. MAC അഡ്രസ്സ് യുണീക്ക് അഡ്രസ് ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. IP അഡ്രസ്സിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാക്കുന്നു എന്ന് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുവച്ചേക്കുക. IP അഡ്രസ് എന്താണ്, MAC അഡ്രസ് എന്താണ്, ഇതൊക്കെ റിപ്പീറ്റേഷൻ ആയിട്ട് ചോദിക്കുന്ന ഏരിയകളാണ്. അപ്പം MAC അഡ്രസ് യുണീക്ക് അഡ്രസ് ആണ്, IP അഡ്രസ്സോ എന്താണെന്ന് നോക്കി വെച്ചേക്കുക. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ ഇന്ത്യൻ സ്കൂൾ ഓഫ് ലോജിക് ദ ആർഗ്യുമെന്റ് സൗണ്ട് ഈസ് എറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഈസ് ഫലേഷ്യസ് ബിക്കോസ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. സൗണ്ട് ഈസ് എറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് എന്ന് പറയുമ്പോൾ ഫലേഷ്യസ് ആണ്. അത് എന്തുകൊണ്ട് ഫലേഷ്യസ് ആയി? ഹിൽ ഹാസ് ഫയർ ബിക്കോസ് ഇറ്റ് ഈസ് നോബിൾ. സൗണ്ട് ഈസ് എറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് ഓഡിയബിൾ എന്നൊക്കെ പറയുന്നത് എന്തിൻ്റെ ബേസിൽ വരും എന്നുള്ളത് നമ്മൾ പഠിച്ചു വച്ചിരിക്കേണ്ടതാണ്. ഇത് നമ്മൾ കാണാതെ തന്നെ പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്കിതിനകത്ത് മനസ്സിലാക്കാനൊന്നുമില്ല. നമ്മുടെ ഫോർവേഡ് ജേർണിയിൽ ഇതൊരു രീതിയിലും ഉപകരിക്കാനും പോകുന്നില്ല. ക്ലാസിക്കൽ ഇന്ത്യൻ സ്കൂൾ ഓഫ് ലോജിക്കിൽ നിന്ന് ചോദിക്കുന്ന കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് നമ്മളിത് പരീക്ഷയ്ക്ക് വേണ്ടി ചോദിക്കുന്ന ഏരിയകൾ റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് നല്ലൊരു തീരുമാനം, നല്ലൊരു രീതി ഈ ക്ലാസിക്കൽ ഇന്ത്യൻ സ്കൂൾ ഓഫ് ലോജിക് അല്ലെ ഇന്ത്യൻ ലോജിക്കിലെ ചോദ്യങ്ങൾ ടാക്കിൾ ചെയ്യാനായിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ചോദ്യം കണ്ടോളൂ, ഓപ്ഷനും ഒന്ന് നോക്കിക്കോളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി പറയാം. താങ്ക്